ഒരു ദിവസം രാവിലെ ഞാൻ എൻ്റെ പറമ്പിൽ കൂടി ഇറങ്ങി നടന്നു നോക്കി. ഇവിടെയെല്ലാം റബ്ബറാണ് ഉള്ളത്. റബ്ബർ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് വെട്ടുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൂടെ കുറച്ച് കാപ്പിയും ഒരു 5-6 ജാതിയൊക്കെ നിൽപ്പുണ്ട്. ഞാനങ്ങനെ ആലോചിച്ചു, ഏതാണ്ട് 1 ഏക്കറോളം വരുന്ന സ്ഥലം, അതിനകത്ത് കുറച്ച് റബ്ബറുണ്ട്, പിന്നെ ബാക്കി മറ്റു മരങ്ങളും എല്ലാം ആയിട്ട് അങ്ങനെ നിൽക്കുന്നു. ഇതാണ് ആ സ്ഥലം. കാപ്പിയുണ്ട്, റബ്ബറുണ്ട്, ജാതിയുണ്ട്, പിന്നെ കുറേ കാട് പിടിച്ച മറ്റു കാട്ടുചെടികൾ. എന്നാൽ പിന്നെ ഇതും വെച്ചുകൊണ്ട്, ഈ റബ്ബറിന് വിലയില്ലാത്ത കാലത്ത് ഞാൻ ഇതും വെച്ച് എന്ത് ചെയ്യാനാണ്? അങ്ങനെ ആലോചിച്ചപ്പോൾ ഈ റബ്ബർ അങ്ങ് വെട്ടിയേക്കാം. അതിനിടയ്ക്കൂടെയുള്ള ചില പ്ലാവുകളും മറ്റു മരങ്ങളും എല്ലാം കൂടി അങ്ങ് വെട്ടി അങ്ങ് വെളുപ്പിക്കാം. എന്നിട്ട് നമുക്ക് പുതിയ കൃഷി ചെയ്യാം. അതായത് വിലയില്ലാത്ത സാധനങ്ങളൊക്കെ വെട്ടി വിറ്റതിന് ശേഷം, കിട്ടുന്ന വിലയ്ക്ക് വിറ്റതിന് ശേഷം നമ്മളിവിടെ മറ്റ് കൃഷി ഇറക്കും. നമുക്ക് പണിയെടുക്കണം. കൃഷി എന്ന് പറഞ്ഞാൽ പണിയെടുക്കണം, അല്ലാതെ ഈ കള്ളപ്പണിക്കാരുടെ കൃഷിയാണ് റബ്ബർ. പണിയെടുക്കാൻ വയ്യ, വർഷാവർഷം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് റബ്ബറെല്ലാം വെട്ടി ഇറക്കി നമ്മളിത് തൊഴിലുറപ്പുകാരെ വിളിച്ച് നമ്മളിവിടെ നമ്മുടെ പറമ്പിൽ കയ്യാലെല്ലാം വെച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 ജാതി നിൽപ്പുണ്ട്. ബാക്കി റബ്ബർ, ബാക്കി കാപ്പി തുടങ്ങിയ സാധനങ്ങളെല്ലാം നമ്മൾ വെട്ടി വിറ്റു മറിച്ചു. അതിനുശേഷം തൊഴിലുറപ്പുകാരെ വിളിച്ച് നമ്മൾ കൃഷി ചെയ്തു. ഇനി നമ്മളിതിനകത്ത് ചെയ്യുന്ന കവുങ്ങും തൈ. നമ്മൾ കവുങ്ങും തൈ ഇതേ വാങ്ങിച്ചിട്ടുണ്ട്. ഇതല്ല, ഇതിൽ കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് വന്ന കവുങ്ങും തൈകളാണ് ഈ കാണുന്നത്. ഇത് കാസർഗോഡനാണ്. അതിന് മുമ്പ് നമ്മൾ കുറച്ച് മോഹിത് നഗർ വാങ്ങിച്ചു, ഇൻ്റർസീമംഗള വാങ്ങിച്ചു. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഏതാണ്ട് ഒരു 370 കവുങ്ങും തൈ നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നട്ട് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഈ ഇതിനകത്ത് 1 ഏക്കർ സ്ഥലം ഉണ്ട്, 1 ഏക്കർ കഷ്ടി തികയും. അതിനകത്ത് നമ്മൾ ഏതാണ്ടൊരു 40ഓളം ജാതി വെച്ചു. അതിൻ്റെ അകലങ്ങൾ ക്രമീകരിച്ച് ജാതി വെച്ചു. ഈ ജാതിക്കിടയിൽ നമ്മൾ കമുകിൻ തൈ വെച്ചു. പിന്നീട് നമ്മൾ ഈ കമുകിൻ തൈക്കിടയ്ക്ക് നമ്മൾ വാഴത്തൈ, നേന്ത്രവാഴ, അതായത് വാഴത്തൈ അങ്ങ് വെച്ചു. അങ്ങനെ ജാതി, വാഴ, കമുക്, അത്രയുമാണ് നമ്മൾ ഈ സ്ഥലത്ത് നമ്മൾ കൃഷി ഇറക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതെല്ലാം മുളച്ച് ഒക്കെ പിടിച്ച് നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ ഇതിനകത്ത് കുറേ കാട് പിടിച്ച് കിടപ്പുണ്ട്. ഈ കാടെല്ലാം കൂടി നമ്മളിപ്പം ഈ നവംബർ കഴിയുമ്പോഴത്തേക്കും, ഡിസംബർ ആവത്തേക്കും ഈ കാടെല്ലാം കൂടി നമ്മൾ വെട്ടി ഒതുക്കി അത് ഈ പറഞ്ഞ ജാതിയുടെയും കമുകിൻ്റെയും വാഴയുടെയും ചുവട്ടിലേക്ക് നമ്മൾ ഒതുക്കും. അതെല്ലാം കൂടി നമ്മൾ ഒതുക്കിയിട്ട് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ്